ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. ഇവർ ഒരുമിച്ച് ജീവിച്ച് ഒരു പരിധി, അതായത് ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം കഴിയുമ്പോൾ ഭാര്യ പറയാണ്, ഞാൻ ശരിക്കും എനിക്ക് ജോലി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ബിസിനസ് ചെയ്യണമെന്ന്, എന്തെങ്കിലുമൊക്കെ ചെയ്ത് എൻ്റെ ലൈഫിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഒരു ജീവിതകാലം മുഴുവൻ ഞാൻ ഭർത്താവിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു. ഞാൻ എൻ്റെ ജീവിതം ജീവിച്ചില്ല, എൻ്റെ സ്വപ്നങ്ങളൊന്നും നേടിയില്ല. അപ്പോൾ ആ ഒരു പെൺകുട്ടി അവളുടെ ജീവിതത്തിൽ ആ ഒരു സ്വപ്നങ്ങളും നേടാതെ അങ്ങനെ പോകുമ്പോൾ ശരിക്കും പുരുഷൻ അവർക്ക് അന്നേരം ഒരു വിഷമം തോന്നി, ഞാൻ അതിനൊന്നും അനുവദിച്ചില്ലല്ലോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയില്ലേ, ഒരു ഹൗ ഓൾഡ് ആർ യു സിനിമയിൽ ചോദിക്കും, ഇത്രയും പ്രധാനമന്ത്രിമാരുണ്ടായിട്ട് അത് കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് വനിതാ പ്രധാനമന്ത്രി. അപ്പോൾ വീട്ടിലിരിക്കുന്ന ഭർത്താക്കന്മാർ, വീട്ടിലിരിക്കുന്ന ഒരു ഭാര്യമാർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ, ഇത് ഈ വീഡിയോ കാണുന്ന ഓരോ ഭർത്താക്കന്മാരും ഭാര്യയോട് ചോദിക്കും, മോളെ നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, നിനക്ക് ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ നിനക്ക് ബിസിനസ് ചെയ്യണോ? കാര്യം എന്ന് പറയുക, ഒരു കർമ്മദോഷം ഉണ്ടാവും. ഒരാളുടെ ജീവിതം വേറൊരാൾക്ക് വേണ്ടി ത്യജിക്കുക, ഒരു ജീവിതകാലം മൊത്തം അങ്ങനെ ജീവിക്കേണ്ടി വരുമ്പോൾ ആ പെൺകുട്ടിയുടെ മനസ്സുരുകുന്നതിൻ്റെ ഒരു എഫക്റ്റ്, കർമ്മ എഫക്റ്റ് തീർച്ചയായിട്ടും ഭർത്താവിലേക്ക് വരും.